Today also we have only one student. Okay, no problem. So today what we are going to do is we are going to complete the topic that we discussed the earlier class. Okay, question tag. Today we will complete it. Okay, so I have prepared notes. I have prepared already, and a few questions I have added. Example questions. Then a few questions that you have to do here today's session. Then I will give you 5 questions at the end of the class along with the note. 5 questions will be sent along with it so that you can do it at home as a practice. Okay, ma'am. So, do you remember what all things we discussed about question tag, how to form it? The ma'am? Do you remember what all things we discussed yesterday's class, the previous class? Okay. Then tell me, what do you remember? What is a question tag? Just answer that one. The important thing you just say. Question tag. നമ്മള് ഒരു കാര്യം ചോദിക്കുമ്പോ അത് ഉറപ്പാണോ അല്ലയോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടി എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം. കൺഫർമേഷന് വേണ്ടിട്ട് അല്ലേ? കൺഫർമേഷൻ. Question tags എന്ന് പറഞ്ഞാൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് that we use at the end of a sentence or statement. Okay, in order to get the confirmation about what we have already said. നമ്മൾ ചോദിച്ച കാര്യത്തിന് തന്നെ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചെറിയൊരു എന്താ പറയാ ചെറിയൊരു ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് എന്താ പറയാ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് നമ്മൾ പറയാ. ഇനി ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് എടുക്കുക. അതിനുശേഷം അതില് എന്താ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് സെന്റൻസ് റീറൈറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കത് പറയുമ്പോൾ നമുക്കത് റീറൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല. എഴുതുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. എന്നാലും ജസ്റ്റ് ആ ഒരു സ്ട്രക്ചറിൽ വരുമ്പോൾ നമ്മൾ ആദ്യം സെന്റൻസ് റൈറ്റ് ചെയ്തതിന് ശേഷം ഒരു കോമ ഇടുന്നു. അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ആ സെന്റൻസിൽ തന്നിട്ടുള്ള വെർബിനെ കൺസിഡർ ചെയ്യും. അതിൽ ഓക്സിലിയറി വെർബ് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി നമ്മൾ അതേ ഓക്സിലിയറി വെർബ് യൂസ് ചെയ്യും. അല്ല മെയിൻ വെർബ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ പ്രസന്റ് ടെൻസിലായിരിക്കും അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലായിരിക്കും. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യും അക്കോർഡിംഗ് ടു ദ സബ്ജക്ട്. സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെ ഹി ഷീ ഇറ്റിന്റെ കൂടെ ഡസ്, അതേപോലെ ഐ വി യു എന്നൊക്കെ പറയുമ്പോൾ ദേ എന്നൊക്കെ പറയുമ്പം എന്ത് യൂസ് ചെയ്യാം? പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡു യൂസ് ചെയ്യും. യൂസ് ചെയ്ത് നമ്മൾ എന്നിട്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു നെഗറ്റീവ് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നോട്ട് എന്നുള്ളത് ആഡ് ചെയ്യും. അതായത് എൻ അപ്പോസ്ട്രഫി ടി ആഡ് ചെയ്യും. ഷോർട്ട് ഫോംസ് ആണ് എപ്പോഴും യൂസ് ചെയ്യുക. അപ്പം എൻ അപ്പോസ്ട്രഫി ടി ഇട്ട് ഷോർട്ട് ഫോം ആക്കി അതിന്റെ അപ്പുറത്ത് തൊട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തിട്ട് പ്രോനൗൺ ആക്കി എഴുതണം. ഒരിക്കലും അതേ സബ്ജക്റ്റ് എടുത്തല്ല പ്രോനൗൺ ആണ് നമ്മൾ എഴുതുക. ഇനി അത് അത്രയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? നമ്മൾ എന്നിട്ട് കുറച്ച് ഡിസ്കഷൻസ് നമ്മൾ നടത്തി. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ടാഗ് കുറച്ച് വരിക എന്നുള്ളത് ചോദിച്ചു. നമുക്ക് എന്താ പറയാ നമ്മൾ ഓൾറെഡി ആ ഡിസ്കസ് ചെയ്തത് കൂടാതെ കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ നമുക്ക് എക്സെപ്ഷൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഒന്ന് ആദ്യം പറഞ്ഞു തരാം. ഓക്കെ, നോട്ടിന്റെ കൂടെ ഞാൻ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഡേ യു ആസ്ക്ഡ് മീ അബൌട്ട് ആം, a sentence am, right? So if you take I am fine, if you say a sentence I am fine, then the question tag, the sentence is in positive, so you have to add the negative question tag. So am will become am not എന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. AMNOT എന്ന് സെപ്പറേറ്റ് എഴുതാം. പക്ഷെ അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ആമിൻഡ് എന്ന് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യില്ല. പകരം ആറിൻഡ് എന്നാണ് എഴുതുക. ആറിൻഡ്. അപ്പൊ
നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ഐ ആം ഫൈൻ, കോമ ആറിൻറ്റ് ഐ, സബ്ജക്ട് ഐ ആയതുകൊണ്ട് ആറിൻറ്റ് ഐ, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അങ്ങനെയാണ് എഴുതുക. അപ്പൊ ഐ ആം റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആറിൻറ്റ് ഐ. ഇനി ഡൗട്ട് ചോദിച്ച പോലെ ഇനി ഐ ആം നോട്ട് ഫൈൻ എന്നാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി സെന്റൻസിൽ ഐ ആം നോട്ട് ഫൈൻ എന്നായിരിക്കും. അപ്പൊ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. അവിടെ നമ്മൾ ആം തന്നെ എടുത്ത് എഴുതിയാൽ മതി, കാരണം നമ്മൾ അതിന്റെ ഷോർട്ട് ഫോം ഒന്നും എഴുതുന്നില്ലല്ലോ. അപ്പൊ ആമൈ എന്ന് ചോദിച്ചാൽ മതി, അവിടെ ആറാക്കേണ്ട കാര്യമില്ല. ഷോർട്ട് ഫോം ആമിന്റെ കൂടെ നോട്ട് യൂസ് ചെയ്ത് എഴുതുമ്പോൾ മാത്രം ക്വസ്റ്റ്യൻ ടാഗിൽ ഷോർട്ട് ഫോം യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആറിൻറ്റ് യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചത്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ചിലപ്പം മെയിൻ വെർബും കാണും, ഓക്സിലിയറി വെർബും കാണും. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത് ചെയ്യണം, ഓക്സിലിയറി വേർബ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആ ഓക്സിലിയറി വേർബ് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഇനി ചില കേസുകൾ നമുക്ക് കാണാം, നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ when we speak maybe more than one, maybe 2 or more than 2 auxiliaries will be there, helping verbs will be there. There is a possibility. So when we frame the question tag needs to contain only the first auxiliary verb. Okay, that is he would be singing a song. Okay, he would be singing a song. That is the sentence. അവിടെ he എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, വുഡ് എന്ന് പറയുന്നത് ഓക്സിലിയറി വെർബ് ആണ്, ബി എന്ന് പറയുന്നതും ഓക്സിലിയറി വെർബ് ആണ്, സിംഗിങ് എന്നുള്ളത് വെർബാണ്. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ വെർബ് ഉണ്ട് സിംഗിങ് എന്നുള്ളത്, കൂടെ വുഡ് എന്നും ബി എന്നും പറയുന്ന 2 ഓക്സിലിയറി വെർബ്സ് ഉണ്ട്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഓക്സിലിയറി വെർബ് യൂസ് ചെയ്താൽ മതി. അപ്പം ക്വസ്റ്റ്യൻ ടാഗിൽ വുഡ് എടുത്താൽ മതിയാവും, ആ ബി എന്നുള്ളത് നമുക്ക് വേണ്ട. അപ്പൊ ഹി വുഡ് ബി സിംഗിങ് എ സോങ്, അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരും. അപ്പൊ വുഡിൻറ്റ് ഹി എന്ന് വരും. ഓക്കെ, വുഡിൻറ്റ് ഹി എന്ന് വേണം നമ്മൾ ചോദിക്കാൻ. ഓക്കെ, ഇനി വേറെ വരുമ്പോ എപ്പോഴും നമുക്ക് ചിലപ്പം ഒരു പ്രോനൗൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ ഒരാളുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ 2 പേരെന്നുള്ള രീതിയിലൊന്നും തരണം എന്നില്ല. ചിലപ്പോ ചില സെന്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവ്രിബഡി വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എവ്രി വൺ, സംബഡി, സംവൺ, ആരാന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. എനിബഡി, എനി വൺ, നോബഡി, അല്ലെങ്കിൽ സം ഓഫ് ദം, ഓൾ ഓഫ് ദം, എ ഫ്യൂ അല്ലെങ്കിൽ ഫ്യൂ, ദീസ്, ദോസ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ സെന്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ മോസ്റ്റ്ലി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല ആരാണ് അവിടെ വന്നത് എന്ന് അറിയണ്ടാവില്ല. അപ്പൊ നമുക്കൊരു പേഴ്സന്റെ പേരെടുത്ത് പറയാൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ വാട്ട് വി ഹാവ് ടു യൂസ് ഈസ് someone called me or somebody asked for you, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സെന്റൻസ് പറയാ. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ എല്ലാം സംബഡി, എവ്രിബഡി, എവ്രി വൺ, സം വൺ, എനിബഡി, എനി വൺ, നോബഡി, അങ്ങനെ കുറച്ച് ഇതുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ടത് ദേ ആണ്. ഓക്കെ, ദേ. അപ്പൊ ദേ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എവ്രി വൺ ഹാസ് കം. ഓക്കെ, എവ്രി വൺ ഹാസ് കം എന്ന് പറയാം. അപ്പൊ ഇവിടെ എവ്രി വൺ ഈസ് ദ സബ്ജക്ട് ആൻഡ് has is the auxiliary verb, come is actually the main verb. So auxiliary verb we have to use. But you have to think that since the sentence started with everyone, in the question tag, we have to use they as the pronoun. Okay, they as the pronoun. They വരുമ്പോ തന്നിരിക്കുന്ന സെന്റൻസിൽ ഹാസ് ആണെന്ന് പറഞ്ഞിട്ട് ദേന്റെ കൂടെ ഹാസ് യൂസ് ചെയ്യരുത്. കാരണം നമുക്കറിയാലോ ദേ ഈസ് ആക്ച്വലി പ്ലൂറൽ ഇൻ ഫോം. അപ്പൊ നമുക്ക് ദേയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലിയറി എന്ന് പറഞ്ഞ ഏതാ, ഹാവ് ആണ്. അപ്പൊ ഹാവിൻറ്റ് ദേ എന്ന് വേണം ചോദിക്കാൻ. ഓക്കെ, ഹാവിൻറ്റ് ദേ, എവ്രി വൺ ഹാസ് കം ഓർ എവ്രിബഡി ഹാസ് കം, ഹാവിൻറ്റ് ദേ എന്ന് വേണം കൺഫേം ചെയ്യാൻ. ഓക്കെ, അത് മനസ്സിൽ ഓർത്ത് വയ്ക്കാം. ഇനി ചിലപ്പോ ചില കേസുകളിൽ എന്തായിരിക്കും, ഇനി എവ്രി വൺ എവ്രിബഡി ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ സെന്റൻസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാ
let us വെച്ചിട്ടായിരിക്കും. let us have a cup of tea. let us have our dinner now. അങ്ങനെയൊക്കെ പറയാം. let us go to a park. അപ്പൊ let us വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ then the tag is actually shall we. If you take a sentence, let us have a cup of tea, then the question tag will be shall we. Okay, shall we. എപ്പോ let us സെന്റൻസിന്റെ ഫസ്റ്റ് വന്നാലും അപ്പോ ഓർക്കുക അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് shall we ആയിരിക്കും. ഓക്കെ, നൗ ചില സെന്റൻസുകളിൽ യൂസ്ഡ് ടു കേട്ടിട്ടുണ്ടോ? യൂസ്ഡ് ടു എന്നുള്ളത് യൂസ്ഡ് ടു കേട്ടിട്ടുണ്ടോ? യൂസ്ഡ് ടു മീൻസ് വാട്ട്? വാട്ട് ഡസ് ദാറ്റ് മീൻ? എന്താ യൂസ്ഡ് ടു എന്ന് പറഞ്ഞ? നമ്മൾ എപ്പോഴാ യൂസ്ഡ് ടു എന്ന് പറയാ? പണ്ട് ചെയ്യാറുണ്ടായിരുന്നു. ചെയ്യാറുണ്ടായിരുന്നു. പണ്ട് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ പാസ്റ്റിൽ പണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണിക്കുമ്പോഴാണ് നമ്മൾ യൂസ്ഡ് ടു എന്ന് യൂസ് ചെയ്യുക. അപ്പൊ യൂസ്ഡ് ടു വെച്ചിട്ടും ചിലപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ അത് യൂസ് ചെയ്യേണ്ടി വരും. ലൈക് ഷീ യൂസ്ഡ് ടു സിംഗ് ഓർ ഐ യൂസ്ഡ് ടു വിസിറ്റ് ദ ടെമ്പിൾ എവറി സൺഡേ. അങ്ങനെയൊക്കെ നമ്മൾ യൂസ്ഡ് ടു വെച്ചിട്ട് സെന്റൻസുകൾ വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ വരുന്ന ടാഗ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സിലിയറി വെർബ് യൂസ് ചെയ്യേണ്ടി വരുന്നത് ഡിഡിന്റ് എന്നായിരിക്കും. ഡിഡിന്റ്. ഓക്കെ, ഇപ്പം ഷീ യൂസ്ഡ് ടു സിംഗ് എന്ന് പറഞ്ഞ എന്താ? അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ആ കുട്ടി അങ്ങനെ പാട്ട് പാടാറുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഡിന്റ് ആയിരിക്കും. അത് ശരിക്കും ഉള്ളതാണ്. അപ്പൊ നമ്മൾ അത്യാവശ്യം അതൊന്ന് എന്താ ചെയ്യാ, മൈൻഡിൽ ഓർത്ത് വെക്കുക. ഷീ യൂസ്ഡ് ടു സിംഗ്, ഡിഡിന്റ് യൂസ് ചെയ്യുക. അതിനുശേഷം ഇപ്പൊ ഹീ ആണ് അവിടെ പ്രോനൗൺ എങ്കിൽ ഹീ യൂസ് ചെയ്യുക, ഷീ ആയതുകൊണ്ട് ഷീ യൂസ് ചെയ്യുക, ദേ ആണെങ്കിൽ ദേ യൂസ് ചെയ്യുക. ഏതാണോ അവിടെ വരുന്ന സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അത് നമ്മൾ ആസ് യൂഷ്വൽ വി ഫ്രെയിം ദ ക്വസ്റ്റ്യൻ ടാഗ് സെയിം വേ വി ക്യാൻ യൂസ് ദ പ്രോനൗൺ. പക്ഷെ ടാഗ് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന ആ ടാഗ് ചെയ്യപ്പെടുന്ന ഓക്സിലിയറി വെർബ് എന്ന് പറഞ്ഞ എപ്പോഴും ഡിഡിന്റ് ആയിരിക്കും. അത് നമ്മൾ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി വേറൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ദിസ് അല്ലെങ്കിൽ ദാറ്റ് വെച്ചിട്ട് ചിലപ്പം സെന്റൻസസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദിസ് അല്ലെങ്കിൽ ദാറ്റ്. ഇപ്പൊ ദിസ് ഈസ് എ ഹൊറിബിൾ സൈറ്റ് എന്ന് പറയാം. ദിസ് ഈസ് എ ഹൊറിബിൾ സൈറ്റ്. അപ്പൊ നമ്മൾ ഒരാളോട് ചോദിക്കുക അല്ലേ, ഇത് ഭയങ്കര ഹൊറിബിൾ സൈറ്റ് ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ സെന്റൻസ് ദിസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈസ് ആണ് അവിടെ ഓക്സിലിയറി. ഓൾറെഡി നമ്മൾ ഓക്സിലിയറി വേർബ് യൂസ് ചെയ്തിരിക്കുന്ന ഈസ് ആണ്. സെയിം ഓക്സിലിയറി വേർബ് സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് വേണം കൊടുക്കാൻ. അപ്പൊ ഈസെന്റ്. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അതായത് ദിസ് ആണ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ദാറ്റ് വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആയിരിക്കും. സോ ദിസ് ഈസ് എ ഹൊറിബിൾ സൈറ്റ്, ഈസെന്റ് ഇറ്റ് എന്ന് വേണം ചോദിക്കാൻ. ഇറ്റ്. ഓക്കെ, ഇനി ഇപ്പൊ ദാറ്റ് വെച്ചിട്ട് ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ദാറ്റ് വാസ് ഫൈൻ സീനറി. ദാറ്റ് വാസ് ഫൈൻ സീനറി എന്ന് പറയാം. വാസ് ആണ് അവിടെ ഓക്സിലിയറി വേർബ്. അപ്പൊ നമ്മൾ വാസ് എടുക്കും. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് അതിനെ നെഗറ്റീവ് ആക്കും. അപ്പൊ വാസന്റ്. ദെൻ ദാറ്റ് വെച്ച് സെന്റൻസ് തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇറ്റ് ആയിരിക്കും എപ്പോഴും പ്രോനൗൺ. അപ്പൊ വാസന്റ് ഇറ്റ് എന്ന് വേണം വരാൻ. ഇതാണ് അടുത്ത് നമുക്ക് വരുന്ന കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി വേറൊന്ന് വരുന്നത്, ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് ഇത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് മിക്കപ്പോഴും നമ്മൾ ഇങ്ങനെ കൺവേഴ്സ് ചെയ്യണ സമയത്ത് നമുക്കൊന്ന് കൺഫർമേഷൻ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അത് റോങ് ആയിട്ട് യൂസ് ചെയ്യണ്ടല്ലോ. കാരണം ഇത് എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് നമുക്ക് വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം നോട്ട്സിൽ ഞാൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞ അതേ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം മറന്നു പോകുന്ന ഓർത്തിട്ട് ടെൻഷൻ വേണ്ട. പിന്നീട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളിത് പിന്നെ റിപ്പീറ്റഡ്ലി ഒന്നുകൂടി വീഡിയോ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. ഓർ അതർവൈസ് യു മേ ചെക്ക് ദ നോട്ട്സ് വിച്ച് ഐ വിൽ സെൻഡ് ഓക്കെ ആഫ്റ്റർ ദ ക്ലാസ്.
along with this video the notes will be given, same notes will be given. അവിടെ ഈ പറഞ്ഞ എല്ലാ റൂൾസും എഴുതിയിട്ടുണ്ട് with along with the examples. Okay, ഇനി വേറൊരു ഇത് വരുന്നത് ചില സമയത്ത് നമുക്കറിയാം, ഇപ്പൊ നമ്മള് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അതിന്റെ അർത്ഥം ഇപ്പൊ കുരയ്ക്കും പട്ടി കടിക്കില്ല, അതാണ് അതിന്റെ മലയാളത്തിലുള്ള ഒരു മീനിങ് വരുന്നത്. അപ്പൊ ഈ സെൽഡം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യില്ല എന്ന് കാണിക്കാനായിട്ടുള്ളതാണ്. ഇപ്പൊ ചിലപ്പോ ഹാർഡ്ലി അല്ലെങ്കിൽ റയോളി അല്ലെങ്കിൽ ബയോളി എന്നൊക്കെ പറയാറുണ്ട് നമ്മള്. അതൊക്കെ യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് മീനിങ് ആണ് നമുക്ക് തരിക. അങ്ങനെ ഒരു സെന്റൻസിൽ നമ്മൾ ഒരു ഹാർഡ്ലിയോ റയോളിയോ അല്ലെങ്കിൽ സെൽഡം ബയോളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക എന്താണ്, അതൊരു നെഗറ്റീവ് ഇമേജ് ആയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ പ്രത്യേകം ഓർത്ത് വെക്കണം, നോട്ട് എന്നുള്ളത് കണ്ടില്ല എന്ന് വെച്ചിട്ട് ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഒരിക്കലും എന്ത് കാണരുത്, നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ എടുക്കരുത്. ഒരു ഹാർഡ്ലി വെച്ചിട്ടൊരു സെന്റൻസ് പറയാ, ഹി ഹാർഡ്ലി എവർ സ്പീക്സ് എന്ന് പറയാം. ഹി ഹാർഡ്ലി എവർ സ്പീക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ, അങ്ങനെയൊന്നും സംസാരിക്കാറില്ല. ഓക്കെ, സംസാരിക്കാറില്ല അധികം അങ്ങനെയൊന്നും. അപ്പൊ അങ്ങനെ ആ സെന്റൻസിന്റെ മീനിങ് തന്നെ നെഗറ്റീവ് മീനിങ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് ദ ക്വസ്റ്റ്യൻ ടാഗ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. സോ അത് ഓർത്തു വെക്കണം. അപ്പോ അവിടെ നേരെ വന്നിട്ട് എന്ത് എഴുതരുത്, ഹി ആൻഡ് സ്പീക്സ് എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ വെർബ് വരുന്നത്. അപ്പൊ വെർബ് പ്രസന്റ് ടെൻസിൽ ആയതുകൊണ്ട് ലൈക്ക് വി ഡിസ്കസ്ഡ് യെസ്റ്റർഡേസ് ദ പ്രീവിയസ് ഡേയ്സ് ക്ലാസ്, സ്പീക്സ് എന്നുള്ളത് എന്തിലാണ്, പ്രസന്റ് ടെൻസിലാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലിയറി വെർബ് എന്ന് പറയുന്നത് എന്താണ്, ഡസ് ആണ്. ഹി ആയതുകൊണ്ട് ഡസ് ആണ് വരിക. ഹി ഡസ് സ്പീക്ക്, അതാണ് ഹി സ്പീക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുക. അപ്പം ഡസ് യൂസ് ചെയ്യുക, എന്നിട്ട് നോട്ട് ഒന്ന് ആഡ് ചെയ്യരുത് അറിയാതെ, കാരണം ഓൾറെഡി ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻ നെഗറ്റീവ് ഫോം. അപ്പൊ ഡസ് ഹി എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി വേറൊരു സെന്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ദേ റയർലി ഈറ്റ് ഇൻ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയാം. ദേ റയർലി ഈറ്റ് ഇൻ റെസ്റ്റോറൻറ്റ്സ്. ആ റയർലി ഈറ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താ, അവരങ്ങനെ കഴിക്കാറില്ല, റെസ്റ്റോറൻറ്റ്സിലൊന്നും പോയി അങ്ങനെ കഴിക്കാറില്ല, അധികം ഒന്നും കഴിക്കാറില്ല. അപ്പൊ അത് ഓൾറെഡി എന്താണ്, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്ന് ഓർക്കുക. അപ്പം ദേ ഈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, അതെന്താണ്, ഈറ്റ് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിൽക്കുന്ന ഒരു മെയിൻ വെർബാണ്. ദേ ആണ് സബ്ജക്ട്, അതുകൊണ്ട് ഡു ആയിരിക്കുമല്ലോ വരിക. ഡു ആണ് നമ്മൾ യൂസ് ചെയ്യുക ദേന്റെ കൂടെ. അപ്പൊ ഡു ദേ എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇതും കൂടി ഉണ്ട് അതിനകത്ത്. ഇനി ചിലപ്പോ നമുക്കറിയാം എന്താ, ചില സെന്റൻസുകൾ ഉണ്ടാവും നമുക്കൊരു ഓർഡർ തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ചെയ്യൂ എന്ന് നമ്മളോട് പറയും ഇങ്ങോട്ട്, നമുക്കൊരു അഡ്വൈസ് തരാം ചിലപ്പം, അല്ലെങ്കിൽ ഒരു ഓർഡർ ഇടുന്നതായിരിക്കാം. അങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പറയും. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരും, അതായത് ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓർ വെൻ സമ്മൺ ഈസ് ആസ്കിങ് അസ് ടു ഡു സംതിങ്. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ഒരിക്കലും ആ സെന്റൻസ് എന്ത് പറയാ, ഒരു പ്രൊനൗൺ വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു നൗൺ വെച്ചിട്ടൊന്നും സ്റ്റാർട്ട് ആവില്ല. ജസ്റ്റ് അതൊരു ഓർഡർ ആയിരിക്കും. ഇപ്പൊ ഷട്ട് ദ ഡോർ എന്ന് പറയാം, അവിടെ ഒന്നും നമ്മൾ എന്താ രേവന്ത് ഷട്ട് ദ ഡോർ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഷട്ട് ദ ഡോർ എന്ന് പറഞ്ഞേക്കാണ്. അതൊരു ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഓർഡർ ഇടുന്ന പോലെ, അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളോട് പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ വിൽ യു അല്ലെങ്കിൽ വുഡ് യു എന്നായിരിക്കണം. ഓക്കെ, അതെന്താണെങ്കിൽ കൂടി വിൽ യു ഓർ വുഡ് യു. ഇപ്പൊ ഷട്ട് ദ ഡോർ എന്നാണെന്നുണ്ടെങ്കിൽ വുഡ് യു അല്ലെങ്കിൽ നമുക്ക് വിൽ യു എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ ഹാസ് എ മോർ ടീ എന്ന് പറയാം, അപ്പോഴും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഹാസ് എ മോർ ടീൽ നമ്മൾ ആരോടാ പറയുന്ന ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു അഡ്വൈസ് പോലെ ഒന്ന് പറഞ്ഞേക്കാണ് ഹാസ് എ മോർ ടീ. അപ്പൊ നമുക്ക് എന്ത് പറയാം, വുഡ് യു എന്ന് ചോദിക്കാം. അപ്പം ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ. ഇനി ഈ പറഞ്ഞത് ക്ലിയർ ആയോ? ഇതിപ്പോ പെട്ടെന്ന് എല്ലാം കൂടി കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുന്നേ ഉള്ളൂ. നമ്മൾ ആ നോട്ട്സ് വെച്ചിട്ട് ഒന്ന് വായിക്കുമ്പോൾ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി ഞാന് കുറച്ച് ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രസന്റ് ചെയ്ത് കാണിക്കാം. ഒരു മിനിറ്റ്, കുറച്ചും കൂടി ഒരു ഇത് കിട്ടും.
ഒരു മിനിറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ ഒരു സ്ലൈഡ്? കാണാൻ പറ്റുന്നില്ല. ക്ലിയർ അല്ല മാം. ക്ലിയർ അല്ലേ? ക്ലിയർ ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ സൂം ചെയ്യുമ്പോ? ഇപ്പൊ നമുക്ക് ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇത് ഒരു കാര്യം ചെയ്താൽ മതി, ഫോൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോണിന്റെ സ്ക്രീനിൽ തന്നെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അപർണയുടെ ഫോണിന്റെ സ്ക്രീനിൽ തന്നെ പിടിച്ച് സൂം ചെയ്യാൻ പറ്റും, അപ്പൊ കാണാൻ പറ്റും. ഞാൻ ചെയ്യുന്ന പ്രസന്റേഷൻ ചെറുതായിട്ട് തോന്നിയാലും അവിടെ സൂം ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് എക്സാമ്പിൾ സെന്റൻസുകൾ പ്രിപ്പയർ ചെയ്താണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിസ് ഫാദർ ഈസ് എ ഡെന്റിസ്റ്റ്. അപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് ആ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഹിസ് ഫാദർ ഈസ് എ ഡെന്റിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ സബ്ജക്ട് നമ്മൾ ഹിസ് ഫാദർ ആണ്. അപ്പൊ ഓൾറെഡി ഹിസ് ഫാദർ എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യേണ്ട പ്രൊനൗൺ അപ്പൊ തന്നെ ഓർത്ത് വെക്കുക, മെയിൽ ആണ് അല്ലെ, അപ്പൊ ഹി ആയിരിക്കുമല്ലോ. പിന്നെ ഈസ് ആണ് അവിടെ വരുന്ന എന്ത്, ഓക്സിലിയറി വെർബ്, അല്ലെങ്കിൽ ഇവിടെ ആക്ച്വലി മെയിൻ വെർബ് ആയിട്ട് വരുന്നത് മീൻസ് തന്നെയാണ്. അപ്പം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വെച്ചിട്ട് നമ്മൾ അത് ഫ്രെയിം ചെയ്യണം. അപ്പം isn't he എന്ന് വരും. ഇനി ഇവിടെ ഷീ ലൈക്സ് പ്ലേയിങ് ടെന്നീസ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി എന്ത് തന്നിട്ടില്ല, ഓക്സിലിയറി വെർബ് ഏതാണെന്ന് തന്നിട്ടില്ല, ജസ്റ്റ് മെയിൻ വെർബ് മാത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പം ഷീ ആണ് ഇവിടെ സബ്ജക്റ്റ് എന്ന് മനസ്സിലായി. ഓൾറെഡി പ്രൊനൗൺ ആയതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ആൻഡ് ലൈക്സ് പ്ലേയിങ് ടെന്നീസ്, ആ ലൈക്സ് എന്നുള്ളതാണ് അവിടെ വെർബിനെ സൂചിപ്പിക്കുന്നത്. സോ ലൈക്സ് എന്നുള്ളത് എന്തിലാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സോ ഷീ ഈസ് ദ സബ്ജക്ട് ഹിയർ. സോ വാട്ട് വി ഹാവ് ടു യൂസ് ഡസ്. അപ്പോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് വി മസ്റ്റ് യൂസ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. സോ ഡസന്റ് ഷീ എന്ന് വരും, എന്നായിരിക്കും വരിക ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട്. ഇനി വേറെ കൊടുത്തിട്ടുണ്ട് ഹി ഹാസ് ഗോട്ട് എ നൈസ് കാർ. അപ്പോ ഹാസ് ഗോട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഹി ഈസ് ദ സബ്ജക്ട്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, സോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഹാസിന്റ് ഹി എന്ന് വരും. ദെൻ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് വായിച്ചു നോക്കാമോ? ഞാൻ ഇതിൽ വായിച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഡൗട്ട് തോന്നുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം, എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ. അതിലൊരു നോബഡി കണ്ടോ? നോബഡി നോസ് ദ ട്രൂത്ത്. ആ നോബഡി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതിൽ പറഞ്ഞു, നോബഡി സംബഡി എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം ചേർക്കാൻ, ദേ ആയിരിക്കണം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺ. അപ്പം നോബഡി നോസ് ദ ട്രൂത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ആർക്കും തന്നെ സത്യം അറിയില്ല എന്നുള്ള രീതിയിലാണത്. അപ്പൊ ഓൾറെഡി നെഗറ്റീവ് ഇമേജ് ആണ് ആ സെന്റൻസിന് വരുന്നത്, അതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ, ദേ യൂസ് ചെയ്യുന്നോണ്ട് അറിയാലോ, ഡു ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നോസ് എന്ന് തന്നിട്ടുണ്ട്, നോസ്. ആ നോസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ഡു യൂസ് ചെയ്യുന്നത്. ഇവിടെ ന്യൂ ആയിരുന്നു, KNEW, നോയിന്റെ പാസ്റ്റ് ടെൻസ് ന്യൂ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഡിഡ് ആയിരിക്കും എന്ത് വരിക, ക്വസ്റ്റ്യൻ ടാഗിൽ വരിക ഓക്സിലിയറി വെർബ് ആയിട്ട്. ഇവിടെ നോസ് എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് what will be the auxiliary verb, do, because they is given. You can't use does there because they, it's a plural. Then I am invited to the party. Here I am invited, invite ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. അപ്പം I amn't I എന്ന് ചോദിക്കാൻ പാടില്ല. As we said earlier, it will be what, aren't I എന്ന് വേണം വരാൻ. ഇനി ഇതേ ലെറ്റ്സ് വെച്ചിട്ട്, ലെറ്റ്സ് ഗോ ടു ദ ജിം. ലെറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നോണ്ട് അതിന്റെ എപ്പോഴും ടാഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്
ഷാൽ വി ആയിരിക്കും. അപ്പം ഷാൽ വി ജസ്റ്റ് ആഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഡോൺ സ്റ്റേ അപ്പ് ലേറ്റ് ടുനൈറ്റ് എന്ന് പറഞ്ഞിരിക്കാം. ഇവിടെ എന്താണ്, ഇതൊരു ഇമ്പറേറ്റീവ് ആണ്, അതായത് നമ്മളോട് ഒരു അഡ്വൈസ് തരുന്നത് ഓർഡർ ഇടുന്ന പോലെയൊക്കെ പറയുന്ന സെന്റൻസുകളാണ്. അപ്പൊ ഇവിടെ എന്ത് വരിക, വുഡ് യു അല്ലെങ്കിൽ വിൽ യു എന്ന് ആഡ് ചെയ്യാം. വിൽ യും കറക്റ്റ് ആണ്, വുഡ് യും കറക്റ്റ് ആണ്, ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഈസ് ഇറ്റ് ക്ലിയർ ഓൾ ദീസ് എക്സാമ്പിൾ സെന്റൻസസ്? Yes, ma'am. Yes, ma'am. Okay. Then what we are going to do is, we need to do some practice here, right? So I will present a few questions. Okay, I will present a few questions. Okay, ma'am. Okay, then what you have to do is just write it. Okay, write those questions, then write the question tag also. Then once you complete, we will discuss. So these are the questions, first 5. Okay, just write the first 5 questions. Can you see the screen? Read the following statements. കാണുന്നുണ്ട്. Okay, so read the following statements and fill in the gaps using correct question tags. So ആദ്യത്തെ ഫസ്റ്റ് 5 ചെയ്താൽ മതി, ബാക്കി നമുക്ക് ഫസ്റ്റ് 5 കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അടുത്തത് നമുക്ക് എഴുതാം. The first 5 you have to note it down, then the question tag also you have to write. കഴിഞ്ഞു മാം. Okay, രണ്ടുപേരും complete ആക്കിയോ? Shall we discuss the answers then? Yes. Okay, then first one, Juhi is from Mumbai. എന്തായിരിക്കും അതിന്റെ question tag വരിക? Isn't she?
Isn't she? Correct. Positive statement, negative question tag. Is the auxiliary verb. Then Juhi is actually a female or a girl. So she we have to use. So isn't she? Then second one, we are late for the movies. Aren't we? Aren't we? Correct. Aren't we? Then third one, Sam isn't a good boy. Is he? Is he? Sam boy അല്ലേ അപ്പം he വരിക. Is he? He. Correct. Is he? Correct. Then fourth one, I was wrong about this. Wasn't I? Correct. Wasn't I? Then fifth one, Andrew was present at the school yesterday. മാം അത് പാസ്റ്റ് കാര്യമായോണ്ട് ഡിഡ് ആണോ വരിക? ഡിഡിന്റെ എന്നാണോ? വേണ്ട, നമുക്കിവിടെ Wasn't. ഓൾറെഡി ഓക്സിലിയറി വെർബ് തന്നിട്ടില്ലേ? ഏതാ ഓക്സിലിയറി വെർബ് തന്നിരിക്കുന്നതില്? വാസ് തന്നിട്ടുണ്ട്. അങ്ങനെ ഡയറക്റ്റ് തരുമ്പോ നമ്മൾ ചേഞ്ച് ചെയ്യണ്ട. ഓക്കെ, അത് തരാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ ചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പൊ ഓൾറെഡി ഓക്സിലിയറി വെർബ് തന്നിട്ടുണ്ടല്ലോ. ഓക്സിലിയറി വെർബ് ഇല്ലാതെ എന്താണ് ഇപ്പോ ലൈക്ക് എന്നുള്ളത് ലൈക്സ് എന്ന് മാത്രം തരിക, അല്ലെങ്കിൽ ലൈക്ക് എന്ന് തരിക, അല്ലെങ്കിൽ പ്ലേ അല്ലെങ്കിൽ പ്ലേഡ്, അവിടെ ഡിഡും ഡൂവും വാസും ആം ഈസാറും ഒന്നും ഉണ്ടാവില്ല. അതല്ലാതെ ജസ്റ്റ് മെയിൻ വെർബ് മാത്രമായിട്ട് സിമ്പിൾ പ്രസന്റിലോ പാസ്റ്റിലോ തരുമ്പോഴാണ് നമ്മൾ അതിനെ നോക്കിയിട്ട് ഡൂവോ ഡസ് ആണോ ഡിഡ് ആണോ എന്ന് നോക്കി ആഡ് ചെയ്യുക. ഇവിടെ ഓൾറെഡി പ്രസന്റ് ആണല്ലോ ഓക്സിലിയറി വെർബ്, വാസ് ഉണ്ടല്ലോ. അപ്പോ വാസിന്റെ ഹി. വാസന്റ് ഹി എന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ഇനി അടുത്തത് 6 to 10 അതും ഒന്ന് ചെയ്തു.
മാം കഴിഞ്ഞു. കഴിഞ്ഞോ? 10 വരെ അല്ലേ ചെയ്തത്? ഇനി ആ ഒരു 15 വരെയും കൂടി ചെയ്തോ. അതും കൂടി ചെയ്തോ. അപ്പൊ നമുക്ക് മൊത്തം ആൻസേഴ്സ് ഡിസ്പ്ലേ ചെയ്യാലോ. Completed? Shall we discuss the answers? Yes, ma'am. Okay. Okay. So here are the answers. So as you can see, 6th one. You have done your homework. So haven't you? Check your answers. Okay. If anything is wrong, then please cross it so that you can later you can check it and correct yourself. Okay. Okay, ma'am. Correct answer you write over there. At the same time, you put a cross mark over there. Then 7th one, please stop talking. Will you or would you? Both we can write. Then 8th one, I am afraid Tim is very sick. So here, I am afraid Tim is very sick. Here, what is the subject actually? Sometimes we may make mistake actually in the sentence. Tim is the subject here because I am talking about Tim, his sickness. So Tim is very sick. Timine pattiya parayunne. Appo avade isn't he ennu venam chodikkan. Okay. Then Sheena won't mind if I use her book. Will in the short form എന്താണ്? Will not എന്ന് expand ചെയ്തു. അതിന്റെ ഷോർട്ട് ഫോം എന്തായിരിക്കും? വോണ്ട് എന്നാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അതേപോലെ ഷാൽ
ഷാലിന്റെ എന്താണ് ഷോർട്ട് ഫോം? എന്താണ് നോട്ട് വെച്ചിട്ടുള്ള ഷോർട്ട് ഫോം? ഷാലിന്റെ ഷോർട്ട് ഫോം Shan't. കേട്ടില്ല. പറഞ്ഞു കറക്റ്റാ. Shan't. ഷാൻഡ് എന്നാണ് പറയാ. ഷാൻഡ് കറക്റ്റ് ആണ്. അതേപോലെ നമ്മൾ ഒരെണ്ണം കൂടി പഠിച്ചു, ആം നോട്ടിന്റെ ഷോർട്ട് ഫോം ആറിൻറ്റ്. അതും കൂടി ഒന്ന് ഓർത്തേക്കാം. നെക്സ്റ്റ്, ദ ഗേൾ ഈസ് പ്ലേയിങ് ദ പിയാനോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈസന്റ് ഷീ. Then Patrick will come to the seminar tonight. So will അവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോ won't he. Then next sentence, Rita never acts so rudely. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. റീത്ത നെവർ ആക്ട് സോ റൂട്ട്ലി എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മീനിങ് കൂടി ഒന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതായത് അങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്യാറില്ല എന്നാണ്, ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം. അപ്പൊ ഇവിടെയാണ് നേരത്തെ അപർണ പറഞ്ഞ പോലെ ഡു ആൻഡ് ഡസ് ആൻഡ് ഡിഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. കാരണം ദർ ഇസ് നോ ഓക്സിലിയറി വെർബ് ഗിവൺ ഡയറക്ട്ലി. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സോ ഹിയർ ആക്ട്സ് അവിടെയാണ് എന്താ, അതാണ് വെർബ് ഫോം ആയിട്ട് വരിക. ദാറ്റ് ഈസ് ഗിവൺ ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. For Rita is a girl, so of course we have to use does, not do. Does comes. So does she എന്നായിരിക്കും വരിക. ഇത് ശരിയാക്കിയിരുന്നോ? ഇതിന്റെ ആൻസർ കറക്റ്റ് കിട്ടിയിരുന്നോ? ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. Then Sam isn't a student. അത് വളരെ എളുപ്പമാണ്. Is he. It is very humid today. Is ആണ്, അപ്പം isn't it. Then Laura is beautiful. Isn't she. ഇതൊക്കെ വലിയ കൺഫ്യൂസിങ് അല്ലാത്ത ഇതാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മുടെ കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. നമ്മൾ സംസാരിക്കുമ്പോഴും എല്ലാം ആവശ്യം വരുന്ന പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇനി ഒരു ചോദിക്കാൻ എനിക്കുള്ളത്, ഇപ്പൊ ഞാനൊരു ഇത് ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയാം, ഒരു സെന്റൻസ് ഇപ്പൊ നമ്മുടെ ഈ ഒരു എന്താ സിറ്റുവേഷനിൽ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് വി ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് ക്വസ്റ്റ്യൻ ടാഗ് 2 classes. Okay, we took actually 2 classes to complete question tag. So now I say that, I'm saying that I have little knowledge about question tag എന്ന് പറയാം. Is that sentence correct? I have little knowledge about question tag. Is it a correct sentence? What do you think, Ratish and Abarna? No answer? You don't know the answer, or any issue with the net? അല്ല, അറിയില്ല മാം. Okay, you don't know the answer. അത് എടുത്ത് ചോദിക്കാൻ കാരണം ഇത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നല്ല, മെയിൻ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആവശ്യം വരുന്ന ഒന്നാണ്, എപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന ഒന്നാണ്. അത് ഈ ക്വസ്റ്റ്യൻ ടാഗിലും വരുന്നതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ലിറ്റിൽ മീൻസ് നോ, നത്തിങ്, അറിയില്ല എന്നുള്ള അർത്ഥമാണ്. ഐ ഹാവ് ലിറ്റിൽ നോളജ് അബൌട്ട് ക്വസ്റ്റ്യൻ ടാഗ്, അല്ലെങ്കിൽ ഐ ഹാവ് ലിറ്റിൽ നോളജ് ഓഫ് ക്വസ്റ്റ്യൻ ടാഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് ക്വസ്റ്റ്യൻ ടാഗിനെ പറ്റി അറിയില്ല, ഒരു അറിവുമില്ല, ഒരു നോളജും ഇല്ല എന്നാണ് പറയാ. ഓക്കെ, കുറച്ച് അറിവുണ്ടെന്ന് പറയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബിഫോർ ലിറ്റിൽ യു ഹാവ് ടു ആഡ് എ. ഐ ഹാവ് എ ലിറ്റിൽ നോളജ് അബൌട്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വേണം പറയാൻ. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ, ഐ ഹാവ് എ ലിറ്റിൽ നോളജ് എന്ന് വെച്ചിട്ട് വേണം പറയാനായിട്ട്. അപ്പൊ ഒരു സെന്റൻസ് ഇപ്പൊ നിങ്ങൾക്ക് ഫോം ചെയ്യേണ്ടി വരികയാണ്. ഐ ആം ലിറ്റിൽ നെർവസ്. ഓക്കെ, ഐ ആം ലിറ്റിൽ നെർവസ് എന്ന് വരികയാണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഐ ആം ലിറ്റിൽ നെർവസ്. അതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ആ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ ഓർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ? ഐ ആം ലിറ്റിൽ നെർവസ്.
നെഗറ്റീവ് ആണ്. Negative. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞേ ഉള്ളൂ ലിറ്റിൽ മീൻസ് നോ എന്നുള്ള അർത്ഥത്തില. അപ്പൊ ഐ ആം ലിറ്റിൽ നെർവസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നെർവസ് അല്ല. ഞാൻ അങ്ങനെ നെർവസ് അല്ലല്ലോ, അതല്ലേ ഐ ആം ലിറ്റിൽ നെർവസ്, നെർവസ് ഒന്നും അല്ല, നോ എന്നുള്ള അർത്ഥം. അപ്പൊ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. അപ്പൊ എന്ത് വരും? Have I? ക്വസ്റ്റ്യൻ Have I? ആമായി വരും. ഓക്കെ, പക്ഷെ എപ്പോഴും തെറ്റ് വരുന്നത് ഐ ആം ലിറ്റിൽ നെർവസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നെർവസ് ആണ് എന്നാണ് ഉദ്ദേശിക്കുക. ഐ ആം എ ലിറ്റിൽ നെർവസ് മീൻസ് എനിക്ക് കുറച്ച് പേടിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നെർവസ് ആണെന്നാണ് എ ലിറ്റിൽ നെർവസ് എന്ന് വരണം. അതർവൈസ് യു ഹാവ് ടു യൂസ് ഇഫ് യു ആർ നോട്ട് നെർവസ് ദെൻ യു ഹാവ് ടു സേ ഐ ആം ലിറ്റിൽ നെർവസ് എന്ന് വേണം പറയാൻ. ഓക്കെ, ഇത് എപ്പോഴും തെറ്റിക്കുന്ന ആയതുകൊണ്ട് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇനി നമുക്കൊരു കുറച്ച് മിനിറ്റും കൂടി ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് വേറെ ടോപ്പിക് പുതിയത് ഇപ്പൊ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നമ്മൾ അടുത്ത ദിവസം പുതിയ ടോപ്പിക് എടുക്കുന്നേ ഉള്ളൂ. ഇപ്പം ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളൊരു എയിമിലാണല്ലോ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സസ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സിലബസിൽ ഇല്ലല്ലോ ഇംഗ്ലീഷ്. ഇത് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോഴ്സ് അല്ല, നിങ്ങൾ ഇതിന്റെ കൂടെ ചെയ്യുന്നതല്ലേ. അപ്പം ഇഫ് യു വോണ്ട് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് ദെൻ യു ഹാവ് ടു സ്പീക്ക്. ഓക്കെ, so what you have to do is like I'm taking classes, most of the classes just now I took in English, sorry in Malayalam actually, not in English. So അതൊക്കെ ഓക്കെ, എക്സ്പ്ലനേഷൻ വൈസ് ഒക്കെ ഓക്കെ. നമുക്ക് നമ്മുടെ സ്പീക്കിംഗ് പാർട്ടും കൂടി കൂടിയിട്ട് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറച്ചൊന്ന് എന്ത് ചെയ്യണം, സംസാരിക്കുക കൂടി വേണം. ഓക്കെ, സോ സംസാരിക്കുമ്പോൾ എന്താ കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസ് വരും, നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് കോൺഫിഡൻസിൽ തന്നെ സംസാരിക്കാൻ പറ്റും. കാരണം സംസാരിക്കലാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ രണ്ടുപേരും ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? തെറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാ പറയാ. നമ്മളിത് ചെയ്താണ് ശരിയാവുക. സോ anything 4 or 5 sentences maximum. Are you nervous? For what? No need to be nervous, because only Pratish and myself here, no, there is no need to worry. Just speak, no issue. I am Abarna. I am coming from Palakkad. Then what you are up to, or what you have completed the course just now? I completed +2. Then what is your ambition or aim, or if you have any preference in your life? Because it's very important, okay, because in hospital administration, when you go for, not only in hospital administration, when you go for after your course, you will be looking for a good job, right? So you have to be very presentable in front of the interviewers. So it's very, very important that first you should learn to speak about yourself, okay, with confidence. And I appreciate one thing about Abarna, because you said I come from, right? I come from. I was actually thinking that you will make a mistake there, because usually, mostly, people say that I am coming from. Okay, that is actually mostly people say I am coming from. So don't use, okay, if you don't know, then I am giving you the explanation. Don't say I am coming from. You can say I am coming from. Do you know what is the difference between I come from and I am coming from? Do you know? Coming from is like ഞാൻ അവിടുന്ന് വരുന്നു. I am coming means just now, the time I am speaking right now, or maybe today morning, I just, yesterday I reached my uncle's house, and I am staying there, and because of this interview, and now I am coming from my uncle's house, so the place you can mention. But
when you talk about yourself, like, your native place and where you live, and of course, if you come from your place only, then you don't have to use I am coming from. You just say I am from or I come from. Okay. So that is the difference, as you said. So, and Pradesh, what about you? Introduction അല്ലേ? Introduction. Okay. Okay. Hi, okay. First of all, good afternoon. Okay, greetings. Okay. Good afternoon. Myself, Pratish Nambudri, and I'm from Thrissur. Hmm. I'm currently pursuing a BBA second year degree, Hmm. Good. and I enjoy myself doing making contents and doing gym. Hmm. Then on the strength wise, I am flexible and quickly adapt because I'm very much adaptable in every situation. And on the weakness side, I'm very introvert, and probably I will be like ambivert, but it's depend on the situation. Hmm. That's it, ma'am. And that's my weakness Okay. actually. Okay. No problem. Thank you. Everyone has weakness. No problem. So, and one suggestion just now when you said myself, okay, myself, you yourself is not actually Pradesh. Your name is actually Pradesh, right? Yourself means your Oh, personality, your physique, your everything, the character. That is actually myself means, right? So, communication wise, most people say myself. When we introduce ourselves, then first we say that myself. But actually, you know, uh, English part, when you communicate, maybe for the society, it is not a wrong way of speaking, but if you consider the proper grammatically, it is actually something wrong, because myself you can't say Pradesh, or myself Lakshmi Priya I can't say. Myself, I am not Lakshmi Priya, my name is actually Lakshmi Priya, or I am Lakshmi Priya I can say. My name is Lakshmi Priya, or I am Lakshmi Priya, not myself Lakshmi Priya, because myself it is not Lakshmi Priya. Myself, I have lots of other things, right? So better you say I am, or my name is. That is actually the proper way to speak, okay, when you communicate. So this one, when okay. no issue, no problem, just corrected, that's all. So what you have to do is please go through the class, or if not possible, you can just check the notes which I will send later after this class, okay? So, and the as I told you, extra questions, 5 questions I will send along with it, and please go through it thoroughly, and study it thoroughly, okay? A few things we have to by heart, because this is not our native language, okay? We are actually acquiring this language, so you have to by heart a few things. And if you by heart it thoroughly, then you don't have to every time you have to check out these notes again and again. So please study it thoroughly, and when you speak, try to communicate, okay, using these question tags correctly. And I think when we speak, mostly we are using, as I told in the first class, Pratish, you were not there. Like usually we say, right, after every sentence, what we are using is, you are coming now, or right, yeah, all these are the questions we are using, okay, like to get the confirmation from the other person. So today onwards, I hope you will use these question tags correctly. And one more thing I just want to tell you, that is one more point, that is question tag. As we said, whenever we use question tag, we are expecting yes or no, right? Yes or no, that is the answer we are expecting. And there will be some cases where we don't know actually whether it will be yes or no, okay, like one sentence if I say, that I actually missed in between, you are Joe's cousin. You are Joe's cousin, it means that we don't know really that the person is actually Joe's cousin or not. So we are expecting
not yes. Okay, or no. We don't know whether it is yes or no. So in that case, when you frame the question tag, you don't have to make any negative question tag. Directly you can ask them, okay? Are you? Okay. So you are Joe's cousin. Are you? You are Joe's cousin. അത് സെന്റൻസ് തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ്, പക്ഷേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അത് നമ്മുടെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസറിനനുസരിച്ചാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ടാഗ് വരിക. അതായത് ഇതിൽ നിങ്ങൾ ഷുവർ അല്ല ഈ പറഞ്ഞ ജോ എന്ന് ഈ പറഞ്ഞ വ്യക്തി ജോവിന്റെ കസിൻ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. യു ഡോണ്ട് നോ ഇഫ് ദി ആൻസർ ഇസ് വെദർ ദി ആൻസർ വിൽ ബി യെസ് ഓർ നോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് അങ്ങനെയുള്ള കേസുകൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതും കൂടി ഉള്ളൂ ഇതിനകത്ത്. അപ്പോ ഐ തിങ്ക് ദിസ് ക്ലാസ് ഈസ് ക്ലിയർ ടു യു, റൈറ്റ്? Clear, ma'am. Okay. Yes, ma'am. So we will meet the next day with a new topic. Okay. So bye children. Bye. Thank you, ma'am. Thank you, Thank ma'am. you.